പക്ഷേ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയാ. നിന്റെ അമ്മ മരിച്ചപ്പോ ഈ വീട് പ്രഭയെ ഏൽപ്പിച്ചിട്ടാ ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അതാരാ? എന്റെ അനന്തരവനാ, വിനോദ്. നമസ്കാരം സാർ. ആർക്കാ നമസ്കാരം പറയുന്നത്? ഞാൻ ഇവിടെ. ക്ഷമിക്കണം, ഞാൻ കാഴ്ചയില്ലാത്തവനാണ്. കാഴ്ചയില്ലെങ്കിലും അവൻ ഒന്നാം തരമായി വീണ വായിക്കും. എന്താ ശിഷ്യനാ. അമ്മാവൻ ഈ സുഖമില്ലാത്ത കാലത്ത് എന്തിനാ പഠിക്കാനും പഠിപ്പിക്കാനോ പോകുന്നത്? വിനോദ്, എന്റെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടപ്പോ ഞാൻ വീണയുടെ നാദം കേൾക്കുന്നത് ഈ പ്രഭയിലൂടെയും എന്റെ മകളിലൂടെയാണ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിനോദ് സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തോ കേട്ടിട്ടുള്ളത്? യമനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരുന്ന ആളല്ലേ? ആ അതെ. എന്താണ്? ഒന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. ഗോപി സാറല്ലേ? ഗോപി സാറേ, അവിടെ ഇരിക്കണം, ഞാനിതാ വരുന്നു. ഓ, കുഞ്ഞിനെ കുളിപ്പിക്കാണോ? അതെ, അവൾക്ക് സ്കൂളിൽ പോകാൻ നേരമായി. പ്രേമനൈരാശ്യം മൂലം തൂങ്ങിച്ചാകുന്നവരുടെ സംഖ്യ കൂടി വരിക. ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ ഞാനിവിടെ തൂങ്ങാതെ നിൽക്കുമ്പം? പിന്നെന്താ ഇങ്ങോട്ട്? ഗോപി സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? പുതിയ കാര്യമൊന്നുമില്ല. എത്രയോ നാളുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കുഞ്ഞിനെ സമയത്തിനൊന്ന് കുളിപ്പിക്കാനും മനോഹരമായി ഡ്രസ് ചെയ്യിക്കാനും സമയത്ത് സ്കൂളിൽ വിടാനും ഇവിടെ ഒരാൾ വേണമെന്ന്. അതിന് ഞാനുണ്ടല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. ഭാര്യ മരിച്ചു പോയെങ്കിലും ഗോപി സാറ ഇന്നും ചെറുപ്പമാണ്. പറ്റിയൊരു വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം? ഈ കാര്യവുമായി ഇങ്ങോട്ട് വരരുതെന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള. അത് ശരിയാണെങ്കിലും ഇതൊരു പെൺകുട്ടിയാണ്. പ്രായമാകുമ്പോൾ ഒരു കല്യാണാലോചനയായിട്ട് ഞാൻ വരും. അതുവരെ ഈ പെൺകുട്ടിക്ക് ഒരു തള്ളയുടെ തണൽ ആവശ്യമാണ്. പുഷ്പരാജ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു രണ്ടാം വിവാഹത്തിന് ഞാൻ ഒരുക്കമല്ല. എന്റെ തുളസിയുടെ ഓർമ്മകളുമായി ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കോളാം. തുളസിയെ പോലെ തന്നെ സായം കുഞ്ഞിനെയും സ്നേഹിക്കുന്ന മറ്റൊരാളെ കിട്ടിയാലോ? അതിന് തുളസി തന്നെ തിരിച്ചു വരണം. മോളെ, റൊട്ടിയും പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് എളുപ്പം വരും. ഓ, റൊട്ടിയും പാലും എടുത്തു കഴിക്കാൻ ഈ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ ഞാൻ 10 കല്യാണം കഴിച്ചേര്. ഞാൻ പോട്ടെ. പുഷ്പരാജ, എന്താ ഇങ്ങനെ? പറയാ, ഞാൻ ഇരുന്നോട്ടെ. നിങ്ങൾ അവരെയും കൊണ്ട് രാവിലെ ഇങ്ങ് എത്തുന്നല്ലേ പറഞ്ഞത്? അതെ, പറഞ്ഞ പോലെ തന്നെ എക്സൈസ് കമ്മീഷണറെ മകനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാ ഞാൻ അങ്ങോട്ട് ചെന്നത്. എന്നിട്ട് അങ്ങോട്ട് മാന്യമായി ഗേറ്റ് വഴി ചെന്ന ഞാൻ ഇങ്ങോട്ട് മതിൽ ചാടിയാ രക്ഷപ്പെട്ടത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആ കമ്മീഷണർ രാവിലെ വിഷമത്തി അടിച്ചോണ്ടെന്നാ തോന്നുന്നത്. ഒരു കത്ത് എന്റെ നേർക്ക് വലിച്ചെറിഞ്ഞിട്ട് കണ്ണടച്ച് പിടിച്ചോണ്ട് ഷറുപുറാന്ന് ഇംഗ്ലീഷിൽ എന്നെ കുറച്ച് തെറി. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിനും യെസ് യെസ് എന്ന് വെച്ചു. ഒടുവിൽ എന്നെ തന്നെ ചെരിപ്പുഴപ്പോഴാണ് ഞാൻ മതിൽ ചാടി ഓടിയത്. ഇന്നലെ അവർക്ക് കിട്ടിയ എഴുത്താണ്. എന്താ അതില്? കമ്മീഷണർ സാർ, വിദ്വാൻ കൃഷ്ണമാരാരുടെ മകളെ നിങ്ങളുടെ മകൻ വിവാഹം ചെയ്യാൻ പോകുന്നതായി അറിഞ്ഞു. നാട്ടിൽ അവരെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ടോ? നിങ്ങളെപ്പോലെ അന്തസ്സുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധം പറ്റുന്ന നാണക്കേടാണ്. കേക്ക് കേക്ക്. വീണ പഠിക്കാനെന്ന പേരിൽ അയലത്തുള്ള ചെറുപ്പക്കാർ കയറി ഇറങ്ങുന്ന വീടാണിത്. നിങ്ങളുടെ മകന് അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെ കിട്ടുന്നതാണ് എന്റെ വിശ്വാസം. സ്നേഹപൂർവ്വം, ഒരു ബന്ധു. ദ്രോഹം ചെയ്തവനാരായാലും അവന് വീണ്ടും വെറുതെ വിടുകയില്ല. ഞാൻ നെഞ്ചിത്തരിച്ചു പറയാണ്, എന്റെ പെൺമക്കള് കെട്ടുകാരി കാണാതെ ഇവിടെ നിറയ്ക്കുന്നെങ്കിൽ നിറച്ചോട്ട്. എന്നാലും അവരെന്റെ മക്കള് തന്നെയാണ്. ആ പ്രഭ ഇവിടെ കയറ്റിയതിന്റെ അനുഭവമാണ് ഇതെല്ലാം അമ്മാവ. മഹാഭാവം പറയുന്നു. എടാ,
കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവനെ പോലെ കളങ്കമറ്റൊരുത്തനെ ഈ നാട്ടിൽ കാണുകയില്ല. എല്ലാം ശരിയാമാവ. പക്ഷെ ഇഴയുന്നെങ്കിലേ പറക്കെന്ന് പറയുന്ന ലോകമാണിത്. പെമ്പിള്ളാർക്ക് ചീത്തപ്പേരുണ്ടാക്കിയല്ലേ ഈ മുറ്റത്തെ കാര്യം തിരിഞ്ഞുപോലും നോക്കത്തില്ല. അതമ്മ മനസ്സിലാക്കണ്ടേ? എടാ, എന്ത് വന്നാലും എന്റെ ജീവനുള്ളിടത്തോളം കാലം പ്രഭയോട് ഇവിടെ വരുന്നു ഞാൻ പറയില്ല. വേണ്ട, എന്നാലും എനിക്കിവിടെ വരാതിരിക്കാമല്ലോ. പ്രഭേ, ഞാൻ കാരണമല്ലേ യമുനയുടെ വിവാഹം നടക്കാത്തത്? അതേടാ വിനോദ്. വിനോദ് സാർ, നിങ്ങൾക്കെല്ലാം ദൈവം കണ്ടു തന്നത് കാണാനാണ്. എനിക്ക് കരയാനും. എന്റെ മനസ്സാക്ഷി ഇനിയും ചവിട്ടി പതിക്കരുത്. പ്രഭേ, നീ വിഷമിക്കരുത്. ഇല്ല, ഞാനിനി വരില്ല. ഞാനിവിടെ വരുന്നതുകൊണ്ടാണ് യമുനയുടെ വിവാഹം നടക്കാത്തതെങ്കിൽ ഈ ജന്മം അങ്ങേ കാണാൻ ഞാനിവിടെ വരില്ല. പ്രഭേ, ഈ ഗുരുകുലം എന്നും എന്റെ മനസ്സിലുണ്ടാവും. പ്രഭേട്ടാ, പ്രഭേട്ടാ, യമുന എന്തിനാ ഇങ്ങനെ ഈ മണ്ണിൽ കിടക്കുന്നത്? ഇവിടെ കിടന്നാൽ ഇനിയും താഴോട്ട് വീഴില്ലല്ലോ. പ്രഭേട്ടൻ വീട്ടിലേക്ക് വരാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നത്. എന്തിന്? ചേട്ടനെ വിളിച്ചോണ്ട് പോകാൻ. ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ലേ? ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പ്രഭേട്ടൻ എന്തിനാ മനസ്സിലാക്കി പോകുന്നത്? നമ്മളാരും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ മനസാക്ഷിക്ക് അറിയാം. പക്ഷെ ഞാനവിടെ വരുന്നത് വിനോദിന് അശേഷം ഇഷ്ടമല്ല. എന്റെ കല്യാണം നടത്തിക്കാനാണെന്നും പറഞ്ഞ ഇപ്പോൾ അയാൾ അവിടെ വന്ന് കൂടിയിരിക്കുന്നത്. അയാളുടെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും ഏതെങ്കിലും ഒരു കല്യാണം നടക്കണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. യമുനെ, എന്താ ഈ വരുന്ന ആലോചനകളൊക്കെ ഇങ്ങനെ തെറ്റിപ്പിരിയുന്നത്? ഞാൻ എന്ത് പറയാനാ? ഇപ്പോൾ ആലോചന വരുമ്പോഴും മുടങ്ങുമ്പോഴും എനിക്ക് ഒരേ മനസ്സാണ്. ഞാൻ മരവിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഈ ജന്മത്ത് എനിക്ക് പെണ്ണ് കാണാൻ പോകേണ്ടതായും വരില്ല, അത് മുടങ്ങിപ്പോയെന്ന് നിരാശപ്പെടേണ്ടതായും വരില്ല. എന്നൊന്നും പറയാറായിട്ടില്ല. പ്രഭേട്ടിന് പെണ്ണ് കാണാൻ കൂടെ ഞാനും വരും. അവൾ സുന്ദരിയാണോ അല്ലയോ എന്ന് ഞാൻ നോക്കി പറയും. എന്നിട്ടേ പ്രഭേട്ടൻ വിവാഹം ഉറപ്പിക്കാവൂ. എനിക്ക് വിവാഹോ? എന്തിനാ ചിരിക്കുന്നത്? പ്രഭേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഈ ലോകത്തുണ്ടായിക്കൂടുന്നുണ്ടോ? വരൂ, ഇത്തിരി കഴിഞ്ഞാൽ നേരെ ഇരുട്ടും. യമുനെ, എന്റെ ജീവിതത്തിൽ ഇരുട്ടെന്നും വെളിച്ചമൊന്നും വ്യത്യാസമില്ല. എന്നും ഇരുട്ട് മാത്രം, കട്ട പിടിച്ച ഇരുട്ട്. ഞാനൊന്ന് തൊഴുതിട്ട് വരുന്നത് വരെ കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ടല്ലേ മണിയടിച്ച് ദൈവത്തെ ശല്യപ്പെടുത്തുന്നത്? നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നിയ നീ നിന്റെ ഭർത്താവ് ഒന്നിച്ച് ബെഡ്റൂമിലാണ് ശരി, ഞാൻ കയറി വരും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല മോളെ. വിനിച്ചേട്ടൻ എത്ര ദിവസം ഇവിടെ കാണും? എനിക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് നിന്നോടത്ത് ജീവിക്കുക, പക്ഷേ നടക്കണമെങ്കിൽ എന്റെ രണ്ടാമത്തെ ലക്ഷ്യം സാധിക്കണം. എന്താ രണ്ടാമത്തെ ലക്ഷ്യം? അതൊക്കെ പിന്നെ പറയാം. ഇതിനിടയിൽ വിനിച്ചേട്ടൻ വീട്ടിൽ വന്നതിനെ കുറിച്ച് അയാൾ എന്നോട് പലതും ചോദിച്ചു. പുഷ്പരായന് എന്നെ പറ്റി വലിയ സംശയം തോന്നിയിട്ടുണ്ടോ? തോന്നിയാൽ എന്താ? എന്നെ മണ്ണുകൊണ്ടല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതൊന്നും ഈ ജന്മം എനിക്ക് അയാളിൽ നിന്ന് കിട്ടില്ല.
പൊതിക്കാത്ത തേങ്ങ പട്ടിയുടെ മുമ്പ് എറിഞ്ഞു കൊടുത്ത പോലെ ബേബി പുഷ്പരാജന്റെ ഭാര്യയായിരുന്നു. വിനിച്ചേട്ടൻ ധൈര്യം തന്നാൽ ആ നിമിഷം ഞാൻ അയാളെ വലിച്ചെറിയും. ആ, അതൊക്കെ നമുക്ക് പ്ലാൻ അനുസരിച്ച് വേണം ചെയ്യാം. ബേബി പൊക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ കാത്തിരിക്കും. ഉറങ്ങാൻ മറന്നാലും ശരി, നിന്റെ അടുത്ത് വരുന്ന കാര്യത്തിൽ മാത്രം മറവില്ല. പൊക്കും. ഞാൻ പോട്ടെ. സ്ത്രീധനം മേടിച്ചുകൊണ്ട് പെണ്ണ് കെട്ടാനുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല വിശ്വനാഥൻ സാറ് യമുനയെ കാണാൻ വന്നിരിക്കുന്നത്. പിന്നെ മകൾക്ക് വേണ്ടി മാരാർ സാർ എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹത്തിന് എതിർപ്പില്ല. ദേവമ്മ, യമുനയുടെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കൾ എന്തായാലും അവൾക്ക് അവകാശപ്പെട്ടതാണ്. അതിപ്പോഴേ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വത്ത് കൊടുത്താലും പണം കൊടുത്താലും അതിന്റെ പേര് സ്ത്രീധനം എന്ന് തന്നെ. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, തരുന്നത് സ്വീകരിക്കാം. തന്നില്ലെന്ന് വെച്ച് പരിഭവമില്ല. കണ്ടോ, അതാണ്. അങ്ങയുടെ മകളെ എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഏത് നിമിഷവും വിവാഹം നടത്താൻ ഞാൻ തയ്യാറാണ്. ഇനി ഇതിൽ കൂടുതൽ എന്താ സംസാരിക്കാനുള്ളത്? മുഹൂർത്തം നിശ്ചയിക്കുക, അത്ര തന്നെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. വിനോദ്, നീ നമ്മുടെ ജ്യോത്സ്യന്റെ അടുത്ത് പോയി ഈ മാസം തന്നെ നല്ല മുഹൂർത്തം ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വാങ്ങണം. ഈ മാസത്തിലോ? എന്താ? അല്ല, ഒരു വിവാഹം നടത്താൻ അല്പം സ്വല്പം സാവകാശമൊക്കെ വേണ്ട അമ്മ? അത് ഞാൻ നോക്കിക്കൊള്ളാം. നീ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. എന്താ വിശ്വാസം സാറേ? പെണ്ണ് കാണാൻ വന്നതാ അല്ലേ? മാലിനിക്ക് ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? എന്നെ പരിചയമുണ്ടോന്ന് അങ്ങോട്ട് ചോദിക്കണം. പുഷ്പരാജ, ഇവളേതാ? പരമനാറി, എന്നെ അറിയില്ലല്ലേ? അമ്മാവാ, കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ച് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ മഹാപാപിയാണ് ഇവൻ. ഇവൾക്ക് ഭ്രാന്താണ്. അതേടാ, എനിക്ക് ഭ്രാന്തായിരുന്നു. നീ കെട്ടിയ കുറി കഴിച്ചപ്പോഴാണെന്ന് മാറിയത്. ഇവളെ അടിച്ച് പുറത്താക്കുന്നുണ്ടോ? നിന്നെയാടാ ചൂല കണ്ടടിച്ച് പുറത്താക്കേണ്ടത്. മാലിനി, യവനെ ഇവന് കെട്ടി കൊടുക്കുന്നതിനേക്കാൾ പല കശാപ്പുകാരനും പിടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇറങ്ങടാ പുറത്ത്. ഞാൻ ഇറങ്ങാൻ ഇറങ്ങാൻ. ഇവൾ പറഞ്ഞതല്ല നിങ്ങൾ വിശ്വസിക്കുകയാണോ? ഇവിടെ അവിടെ നിന്ന് അറിയപ്പെടാ. നിന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നതാണ്. ജീവൻ വേണേ സ്ഥലം വിട്ടോ.